Economic environment. We have already discussed growth strategy, economic systems, economic planning, and industry. Today we will discuss about national income and per capita income, human resources, agriculture. What is national income and per capita income? Every sector of the economy employs natural, human, material resources and contributes to the aggregate flow of goods and services during a time period. എല്ലാ സെക്ടറും എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിയിൽ നാച്ചുറൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സസും അതുവഴി യൂസ് ചെയ്തുകൊണ്ട് അതുവഴി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗുഡ്സ് ആൻഡ് സർവീസസ് സ്പെസിഫൈഡ് ആസ് 1 ഇയർ, ഒരു 1 ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ദിസ് അഗ്രിഗേറ്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റെപ്രസെൻറ്റ്സ് ദി ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് അഗ്രിഗേറ്റ് ഫ്ലോ ഓഫ് സർവീസസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെന്ത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ദി നാഷണൽ ഇൻകം in the economy is indication of the pace of which economy has been growing. എക്കണോമി ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു വേഗത കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. എ ഹൈ ഗ്രോത്ത് റേറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ എക്കണോമി ഈസ് ഡെവലപ്ഡ് വൺ. ഹൈ ഗ്രോത്ത് റേറ്റ് കാണിക്കുകയാണെങ്കിൽ എക്കണോമി എന്താണ്? ഡെവലപ്ഡ് വൺ ആണെന്ന് പറയും. എ ഹൈ ഗ്രോത്ത് റേറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എക്കണോമി ഈസ് എ ഡെവലപ്ഡ് വൺ. ലോ ഗ്രോത്ത് റേറ്റ് സിഗ്നൽസ് ദി എക്കണോമി ഈസ് എ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ പുവർ വൺ. Furthermore, a high national income indicates that the economy is developed and overall environment is favorable for business growth. എക്കണോമി ഡെവലപ്ഡ് എന്ന് മാത്രമല്ല, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിന്, ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എൻവയോൺമെൻറ്റാണ് നമുക്കുള്ളതെന്ന് പറയാം. നാഷണൽ ഇൻകം എടുത്തു നോക്കുകയാണെങ്കിൽ 1980 മുതലുള്ള നാഷണൽ ഇൻകം എടുത്തു നോക്കുകയാണെങ്കിൽ 1980-81 കാലഘട്ടത്തിൽ 1,10,000 to 685 crores ആയിരുന്നു നമ്മുടെ നാഷണൽ ഇൻകം ഉണ്ടായിരുന്നത്. അത് 2001 ആകുമ്പോഴേക്ക് 17,02,454 ആയി വർദ്ധിക്കുകയുണ്ടായി. then അത് പിന്നീട് 2011-12 ആകുമ്പോഴേക്ക് 45,72,075 crores ആയി മാറി. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്, അവിടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 1,630 ആയിരുന്നു 80-81 ഉണ്ടായിരുന്നത്. അത് 2001 ആകുമ്പോഴേക്ക് 16,701 ആയി. 2011-12 ആകുമ്പോഴേക്ക് 38,057 ആയി. ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1950 മുതൽ 1994 വരെയുള്ള ആ ഒരു കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ഹയർ ദാൻ ഓഫ് ദി UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. UK-നേക്കാളും ഫ്രാൻസിനേക്കാളും ജർമ്മനിയേക്കാളൊക്കെ ഉയർന്നൊരു ഗ്രോത്താണ് നാഷണൽ ഇൻകം ഗ്രോത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല സെയിം ആസ് ദി പെർഫോമൻസ് ഓഫ് USA അതേ പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്കിലും നമ്മുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റിനേക്കാളും കുറഞ്ഞതാണ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഫസ്റ്റ് പ്ലാനിൻ്റെ കാലഘട്ടത്തിലൊക്കെ 2.1 ടാർഗറ്റുള്ളപ്പോൾ 3.6 ഒക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. അത് പിന്നീട് കുറഞ്ഞു വരികയാണ് ചെയ്തത്. സെക്കൻഡ് പ്ലാനിൻ്റെ കാലഘട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും തേർഡ് പ്ലാനിൻ്റെ കാലഘട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഫോർത്ത് പ്ലാനിൻ്റെ കാലഘട്ടത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. എന്നാൽ ഫിഫ്ത്ത് പ്ലാനിൽ എത്തിയതോടുകൂടി വീണ്ടും മെച്ചപ്പെടുകയും അത് വീണ്ടും 9th പ്ലാനോടുകൂടി വീണ്ടും കുറയുന്ന അവസ്ഥ. 6.5 ടാർഗറ്റ് വെച്ച് ചെയ്തപ്പോൾ 5.5 മാത്രം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. 10th പ്ലാനിൽ 8 നമ്മൾ ടാർഗറ്റ് ചെയ്തപ്പോൾ 7.8 മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ടാർഗറ്റിലും നമ്മുടെ ആക്ച്വലായിട്ടുള്ളതിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിന് കാരണം എന്താ? പ്രൈമറി റീസൺ ഫോർ ലോ ഗ്രോത്ത് ലെവൽ ഇൻ നാഷണൽ ഇൻകം ഈസ് ദ ഡെഫിഷ്യൻസി ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡെഫിഷ്യൻസിയാണ് ഇതിനുള്ള പ്രധാന കാരണം.
ഈ ഡെഫിഷ്യൻസി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോളിസി ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് പോളിസി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യാണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അലോ ചെയ്യുകയാണ് പല സെക്ടേഴ്സിലും. അതിൻ്റെ മെയിൻ റീസൺ എന്താണ്, ഡെഫിഷ്യൻസി ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഡെഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു ഫോർമേഷനുള്ള ഒരു ലാക്ക് നമുക്കുണ്ട് എന്നുള്ളതാണ്. മറ്റ് പ്രശ്നങ്ങൾ ലോ അഗ്രികൾച്ചറൽ ഗ്രോത്ത്, ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇതിൽ തന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് ദി മെയിൻ റീസൺ. അതാണ് മെയിൻ റീസൺ ഫോർ ലോ പെർ ക്യാപിറ്റ ഇൻകം. ലോ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ മെയിൻ റീസൺ ആയിട്ടുള്ളത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നാഷണൽ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. നമ്മുടെ ക്യാപിറ്റൽ, ലാൻഡ് തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ഉണ്ടായാൽ പോലും അതിന് ഏറ്റവും പ്രോപ്പർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ സാധിക്കില്ല. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസ്റ്റിറ്റ്വൻറ്റ് ഓഫ് ദി ടോട്ടൽ എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസ് എന്ന് നമുക്ക് പറയാം. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതെന്താണ്, പീപ്പിളാണ് ശരിക്കും നമ്മൾ എക്കണോമിയിൽ ഏറ്റവും ക്രൂഷ്യൽ റോൾ വഹിക്കുന്നത്. പീപ്പിളാണ് പ്രൊവൈഡ് ദി റെഡി മാർക്കറ്റ് ഫോർ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സർവീസസ് റെൻഡേഡ് ബൈ ദി ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും സർവീസസിനും ആ ഒരു മാർക്കറ്റ്, റെഡി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പീപ്പിളാണെന്ന് പറയാം. അത് 120 crore പീപ്പിൾ ഇന്ത്യക്കുണ്ട്. ആ 120 crore പീപ്പിൾ എന്ന് പറയുന്നത് അവർ കൺട്രി ഓഫേഴ്സ് എ വാസ്റ്റ് മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ് നമുക്ക് അതുവഴി ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ദിസ് എക്സ്പ്ലെയിൻസ് ദി റീസൺ വൈ MNCs ആർ കീൻ ഇൻ ഇൻവെസ്റ്റിംഗ് ഫണ്ട്സ് ഇൻ ഇന്ത്യ. അതുകൊണ്ടാണ് ഈ MNCs ഒക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കാരണം. ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്, ഇവിടെയുള്ള ഈ ഒരു വാസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ്. രണ്ടാമത്തെ, സെക്കൻഡ്ലി, പീപ്പിൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പീപ്പിൾ എന്നുള്ളത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു ഘടകമാണ്. ഇറ്റ് ഈസ് നോട്ട് എനഫ് ഇഫ് എ കൺട്രി ഹാസ് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. ലാൻഡും ക്യാപിറ്റലും കൊണ്ട് മാത്രം രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിനെന്ത് ആവശ്യമാണ്, ഇറ്റ് നീഡ്സ് ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ടു പുട്ട് ദി ഫാക്ടേഴ്സ് ടു പ്രോപ്പർ യൂസ്. പ്രോപ്പറായിട്ടുള്ള യൂസിൽ നമ്മൾ എല്ലാ റിസോഴ്സസിനെയും എന്ത് ചെയ്യണം, കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളെ കൺട്രി അതിൻ്റെ ഒരു എൻഡോവ്മെൻറ്റ് പറയുകയാണെങ്കിൽ വിത്ത് വാസ്റ്റ് പൂൾ ഓഫ് സയൻറ്റിസ്റ്റ്, ടെക്നീഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മാനേജേഴ്സ്, സോഫ്റ്റ്വെയർ എക്സ്പേർട്സ്, എഞ്ചിനീയേഴ്സ്, പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, സിവിൽ സർവൻസ്, സ്ട്രാറ്റജീസ്, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആൻഡ് എക്സ്പേർട്സ് ഇൻ മാർക്കറ്റിംഗ്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു എൻഡോവ്മെൻ്റ് എന്ന് പറയാം. ഓൾ ദീസ് പ്രൊഫഷൻസ് വിൽ ഹെൽപ്പ് റൺ ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളി. ഇതൊക്കെ നമ്മൾ ഓർഗനൈസേഷൻസിനെ റൺ ചെയ്യുന്നതിന് സഹായിക്കുന്നത് പ്രധാനമായിട്ട് ഈ പ്രൊഫഷൻസാണ്. തേർഡിൽ മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ദ ഡിഗ്രി ഓഫ് എക്കണോമിക് പ്രോസ്പെരിറ്റി. നമ്മൾ എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടാക്കുന്നത് ഈ ഒരു ക്വാളിറ്റി ഓഫ് ഇസ് പീപ്പിളാണ്. ഒരു രാജ്യത്തിൻ്റെ, ഒരു നാഷൻ്റെ പ്രോസ്പെരിറ്റി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഓൺ ക്വാളിറ്റി ഓഫ് ഇസ് പീപ്പിളാണ്. ജപ്പാൻ എടുക്കുക, ജപ്പാൻ്റെ എക്സാമ്പിൾ എടുക്കുക. ജപ്പാൻസ് പ്രോസ്പെരിറ്റി ഓവ്സ് ഇറ്റ് ടു ഇറ്റ്സ് പീപ്പിൾ എന്നുള്ളതാണ്. ജപ്പാൻ്റെ പ്രോസ്പെരിറ്റി അതിന് ഉണ്ടാക്കി കൊടുത്തത് അവിടുത്തെ പീപ്പിളാണ്, അവിടുത്തെ ലേബർ എന്നുള്ളതാണ്. ദ കൺട്രി ഹാസ് ബീൻ ഏബിൾ ടു റീച്ച് ഇറ്റ്സ് പ്രസൻറ്റ് സ്റ്റാറ്റസ് താങ്ക്സ് ടു മോട്ടിവേറ്റഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. അവർക്ക് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവരുടെ പ്രോസ്പെരിറ്റിക്ക് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയാം. ലാക്ക് ഓഫ് നാച്ചുറൽ റിസോഴ്സ്, അവർക്ക് നാച്ചുറൽ റിസോഴ്സ് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഹാസ് നോട്ട് ഹിൻഡേർഡ് ദ കൺട്രീസ് പ്രോസ്പെരിറ്റി. അതെന്ത് ചെയ്തില്ല, പ്രോസ്പെരിറ്റി എന്ത് ചെയ്തില്ല, അത് ഹിൻഡർ ചെയ്തില്ല, തടഞ്ഞില്ല. ബർമ എടുക്കുക, ബർമയുടെ എക്സാമ്പിൾ, അല്ലെങ്കിൽ മ്യാൻമർ, ഇപ്പോഴത്തെ മ്യാൻമർ. ആ മ്യാൻമറിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹാസ് ഓൾ ദ ഇൻഗ്രീഡിയൻസ് ടു ബിക്കം റിച്ച്
റിച്ച് ഓയിലിൻ്റെ കാര്യത്തിൽ ഓയിൽ റിച്ച് ആയിട്ടുള്ളൊരു കൺട്രിയാണ് മ്യാൻമർ. അതിൻ്റെ ഒരു പ്രത്യേകത ഫസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ് ഈ ഡിസ്കവേർഡ് ഓയിൽ എന്നുള്ളത്. ഓയിൽ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ആദ്യത്തെ രാജ്യമാണ്, ഏഷ്യൻ കൺട്രിയിൽ ആദ്യത്തെ രാജ്യമാണ് മ്യാൻമർ. മാത്രമല്ല ഫുഡ് ഗ്രെയിൻസ്, ടിമ്പർ, പ്രിഷ്യസ് റൂബീസ്, ടങ്ഷൻ ഇതൊക്കെ അവരുടെ റിസോഴ്സസ് ആയിട്ടുണ്ട്. ബട്ട് ഹാസ് ഫെയിൽഡ് ടു ബിക്കം വൺ. എന്താ അത് പ്രോസ്പെറൈറ്റ്സ് ആയിട്ടുള്ള ഒരു നാഷനായിട്ട് മാറാൻ കഴിഞ്ഞില്ല. പ്രോസ്പെരിറ്റി ഉള്ള ഒരു നാഷനായിട്ട് അവർക്ക് മാറാൻ കഴിഞ്ഞില്ല. കാരണം എന്താ, അവിടുത്തെ പീപ്പിൾ എന്നുള്ളത് നോട്ട് റിസ്ക് ടേക്കേഴ്സ് ആയിരുന്നില്ല. മെജോറിറ്റി ഓഫ് ദം ആർ ട്രൈബൽസ്. ഭൂരിപക്ഷം ആളുകൾ എന്തായിരുന്നു, ട്രൈബൽസ് ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ പരാജയത്തിൻ്റെ കാരണം. ഇതേ സെയിം ഈസ് ദ സ്റ്റോറി വിത്ത് ശ്രീലങ്ക. ശ്രീലങ്കയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ തന്നെയാണ് കാര്യം. കൺട്രി എന്താണ്, റിച്ച് പൊട്ടൻഷ്യൽ ടു എക്സ്പോർട്ട് നാച്ചുറൽ റബ്ബർ, ടീ, കോപ്ര ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്. പക്ഷെ എന്ത് ചെയ്തില്ല, അവരുടെ പീപ്പിൾ ബിലീവ് ചെയ്യുന്നത് മോർ ഇൻ വയലൻസ് ആൻഡ് കില്ലിങ്. തമീസിന് എന്ത് ചെയ്യാണ്, കില്ല് ചെയ്യുന്നതിലും വയലൻസിലായിരുന്നു അവർ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക കുഡ് നോട്ട് പ്രോസ്പെർ എക്കണോമിക്കലി പ്രോസ്പെർ ആ രാജ്യത്തിന് സാധിച്ചില്ല. നെക്സ്റ്റ് ഫോർത്ത് പോയിൻ്റായിട്ട് പറയാം, നമ്മൾ അവർ എക്കണോമി ഹാസ് എൻറ്റേർഡ് എ ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് ഫേസ്. നമ്മുടെ രാജ്യം പുതിയൊരു ഫേസിലേക്ക് കടന്നു, ഒരു എക്സൈറ്റിംഗ് ഫേസിലേക്ക് നമ്മുടെ രാജ്യം കടന്നു. ഏതിലൂടെ, അതായത് ടു ദി ന്യൂ എക്കണോമിക് പോളിസി. ഒരു ന്യൂ എക്കണോമിക് പോളിസി മെഷേഴ്സിലൂടെ, അത് ഇനീഷ്യേറ്റഡ് ഫ്രം 1990s ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ എക്കണോമിക് പോളിസിയിലൂടെ നമ്മുടെ രാജ്യം എന്ത് ചെയ്തു, ഒരു ന്യൂ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് കടക്കുകയുണ്ടായി. ഇൻ ഓർഡർ ടു സസ്റ്റെയിൻ ദ മൊമെൻറ്റം ഓഫ് ഗ്രോത്ത്, ആ മൊമെൻറ്റം ഓഫ് ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് പീപ്പിൾ വിത്ത് കോമ്പീറ്റൻസ് ആൻഡ് മോട്ടിവേഷൻ. നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളതും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ നമുക്ക് ആവശ്യമാണ്. പീപ്പിൾ നീഡ് എക്കണോമിക് ഗ്രോത്ത് ജസ്റ്റ് പ്രോസ്പെരിറ്റി ഡിമാൻഡ്സ് ദ സർവീസസ് ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മൾ വാട്ട് എവർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് ബി യൂസ്ഡ് ബൈ പീപ്പിൾ ആണ്. ഇറ്റ് ഈസ് ഓൺലി ദെൻ ദ എക്കണോമി വിൽ ഹാവ് സെർവ്ഡ് ഇറ്റ്സ് പർപ്പസ്. പിന്നെ ഇന്ത്യയുടെ പ്രത്യേകത എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്ത്യ ഈസ് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദി വേൾഡ്. ടോട്ടൽ പോപ്പുലേഷൻ 120 crore ആണെങ്കിൽ അത് 16% ഓഫ് ദി വേൾഡ് പോപ്പുലേഷനാണ്. പക്ഷേ നമ്മൾ ഏരിയ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഹാസ് got only 2.4% of the land area in the world. 2.4% ലാൻഡ് ഏരിയ മാത്രമേ നമുക്കുള്ളൂ. US എടുത്ത് നോക്കുകയാണെങ്കിൽ 6% ആണ് അവരുടെ വേൾഡ് പോപ്പുലേഷൻ്റെ 6% ആണ് അവരുള്ളത്. ബട്ട് ഹാസ് ബീൻ ഗിഫ്റ്റഡ് വിത്ത് 7% ഓഫ് ടോട്ടൽ ലാൻഡ് ഏരിയ. 7% ലാൻഡ് ഏരിയ അവർക്ക്. റഷ്യയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5% ആണ് വേൾഡ് പോപ്പുലേഷൻ്റെത് അവരുടെ പോപ്പുലേഷൻ ഉള്ളത്. അത് 12% അവർക്ക് എന്തുണ്ട്, ലാൻഡ് ഏരിയ അവർക്കുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ഓവർ പോപ്പുലേറ്റഡ് ആണെന്നുള്ളതാണ്. ഈ ഓവർ പോപ്പുലേഷൻ ഓൾ അച്ചീവ്മെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വെർ നെഗറ്റീവ്ഡ് ബൈ ഓവർ പോപ്പുലേഷൻ. നമുക്ക് ഫാമിലി പ്ലാനിങ് ഡിവൈസസ് അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. മറ്റൊന്ന്, ഡെമോഗ്രാഫിക് റവല്യൂഷൻ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് വർക്കിംഗ് ഏജ് ഓഫ് പോപ്പുലേഷൻ എന്നുള്ളത് 15 to 59 വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 58% ആയിരുന്നു 2001 അത് 64% മാറും 2021 കൂടി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് 63.5 മില്യൺ എന്ത് ചെയ്തു, ന്യൂ എൻട്രൻസ് വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് നമ്മുടെ ന്യൂ എൻട്രൻസ് ടു ദി വർക്കിംഗ് ഏജ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പ്രത്യേകത വെച്ചാൽ ഇതൊരു 5000 years ഓൾഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷനാണ് ഇന്ത്യക്കുള്ളത്. ഈ ഒരു ഫിനോമിനയെ വിളിക്കുന്നവരാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇത് വാട്ട് വാസ് വൺസ് കൺസിഡേർഡ് ആസ് കേഴ്സ്. ഇത് ഒരു കേഴ്സായിട്ട് ആയിരുന്നു ഒരു കാലത്ത് കണക്കാക്കുന്നത്. അവർ പോപ്പുലേഷൻ ഹാസ് നൗ ബിക്കം എ വെർച്യൂ. ഇപ്പോൾ അതൊരു വെർച്യൂ ആയിട്ടാണ് കാണുന്നത്. But to seize the demographic dividend, the youth need to be healthy, educated and skilled. Skilled ആവേണ്ടത് ആവശ്യമുണ്ട്. അതുവഴി more workers, more incomes, more savings and more capital and more growth.
അതിനായി നമ്മുടെ രാജ്യത്ത് പല പോളിസീസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന, ബാക്ക്വേർഡ് റീജൻ ഗ്രാൻഡ് ഫണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമ ശിക്ഷക് അഭിയാൻ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ സ്കീം. ഇങ്ങനെ ധാരാളം പദ്ധതികൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലൊക്കെയുള്ള പിന്നോക്കമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ശരിക്കും 134 റാങ്കിലാണ് 187 കൺട്രീസിൽ ഇന്ത്യ ഉണ്ടായിരുന്നത്. അതുപോലെ ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 129th റാങ്കിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പോൾ വളരെ പിന്നോക്കമാണ് അതൊക്കെ ഉള്ളത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എംപവർമെൻറ്റ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഇതിലൊക്കെയുള്ള ജെൻഡർ ഡിസ്പാരിറ്റീസാണ് പ്രധാന കാരണം. അതുമാത്രമല്ല ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിനേക്കാളും പിറകിലാണ് നമ്മൾ. ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് പല മെഷേഴ്സും, പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഇന്ത്യ എന്ത് ചെയ്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സ്ട്രെങ്തൻഡ്. അത്തരം മെഷേഴ്സാണ് നമ്മൾ പറയുന്നത്. ആ മെഷേഴ്സ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയാം. ആ പദ്ധതികൾ പറഞ്ഞത് ശരിക്കും 2012-13 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസാണ്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, PMGSY, ബാക്ക്വേർഡ് റീജൻ ഗ്രാൻഡ് ഫണ്ട്, then right to education, then സർവശിക്ഷ അഭിയാൻ SSA, then രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ RMSA, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ സ്കീംസ്. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട SSAയും RMSA പോലുള്ള പദ്ധതികൾ, ഹെൽത്തുമായി ബന്ധപ്പെട്ട നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ദെൻ ഡ്രിങ്കിങ് വാട്ടർ അതുപോലെ സാനിറ്റേഷൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ, അതുപോലെ റോഡിൻ്റെ പദ്ധതികൾ. ഇത്രയും പദ്ധതികൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലുള്ള ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്.